ഉദയനിധി സ്റ്റാലിനെ യഥാർത്ഥത്തിൽ എന്തിനാണ് കുറച്ച് നേരത്തേക്ക് മണിക്കൂറത്തേക്ക് പോലീസ് പിടിച്ചുകൊണ്ടുപോയതെന്ന് ആർക്കും അറിയാൻ പാടില്ല. വ്യക്തതയൊന്നുമില്ല ഇക്കാര്യത്തിൽ. ഉദയനിധി ആരാധകർ അല്ലെങ്കിൽ DMK എന്താണ് തളർന്നു കിടന്ന അവരെ കുറച്ചും കൂടി ആവേശഭരിതമാക്കി എന്നത് മാത്രമാണ് ഈ ഒരു നടപടി കൊണ്ട് യഥാർത്ഥത്തിൽ TVK ചെയ്തു കൊടുത്തത്. അതങ്ങനെയല്ല. അത് TVK തളർന്നു കിടന്ന ആളുകളെ ആവേശഭരിതരാക്കി എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ പുറമേ നോക്കുമ്പോൾ കാണുന്ന ഒരു കുറച്ച് പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. പണ്ട് ഇതുപോലെ ഗൗതത്തിനൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കരുണാനിധി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് ജയലളിത. അന്ന് സൺ TV ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ എഡിറ്റ് ചെയ്ത നിലവിളിയൊക്കെ കൂട്ടിയിട്ടുകൊണ്ട് TV-യിലൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചരണമൊക്കെ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ജയലളിതക്കൊന്നും സംഭവിച്ചില്ല. ജയലളിത ഭരിക്കുകയും അവരേതാണ്ട് അവരുടെ ജീവിത അവസാനം വരെ തന്നെ ഭരിക്കുകയൊക്കെ ചെയ്ത് മുഖ്യമന്ത്രിയായിരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഈ കേസിലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇവർക്ക് തിരിച്ചടിയാവുകയുള്ളൂ. കാരണം DMK-യുടെ കൂടെ നിന്നിരുന്ന മിക്ക നേതാക്കളും അല്ലെങ്കിൽ ഒരു ഇപ്പോൾ CPM അടക്കമുള്ള പാർട്ടികളോ CPI അടക്കമുള്ള പാർട്ടികളോ അതുപോലെയുള്ള ആളുകളോ ഒക്കെ തന്നെ തള്ളിപ്പറയേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കാവേരി നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദയനിധി സംസാരിക്കുകയായിരുന്നു. ഈ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ അത് മലയാളത്തിൽ പറയുന്നില്ല, ഞാനത് ഇംഗ്ലീഷിൽ പറയും. ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചത് കാവേരി നദീജലത്തെക്കുറിച്ച് വാ തുറക്കുന്നില്ല വിജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിച്ചത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പുള്ളിക്ക് വാ തുറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പുറമേ നിന്ന് ഒരു ചാൻറ്റിങ് ഉണ്ടായി. അതായത് ആളുകളൊക്കെ കൂടി ഉറക്കെ തൃഷ 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 എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തൃഷ 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 എന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് പറയുമ്പോൾ പുള്ളി പറയുന്നത് ഒരു ചെറിയ ചിരിയോടുകൂടി, അതായത് ശരിക്കും പറഞ്ഞാൽ തുറന്നു വന്ന ഒരു ചെറിയ വഷളം ചിരിയോടുകൂടി പുള്ളി പറഞ്ഞത് വിച്ച് എവർ വാട്ടർ കംസ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏത് വെള്ളം വന്നാലും പക്ഷെ ദിസ് വാട്ടർ ഷുഡ് കം എന്നാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം പുള്ളി ഒരു പോസ് കൊടുത്തു. ആ പോസ് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞത് കാവേരിയെ കുറിച്ചാണ് എന്നാണ് പറഞ്ഞത്. ആ പ്രസംഗം വേറെ മുഴുവനുണ്ട്, അത് പറയാൻ വേണമെങ്കിൽ. അത് വെറും അനാവശ്യമായ വൃത്തികെട്ട കമന്റാണ്. പക്ഷെ പുള്ളിക്കത് കോടതിയിലൊന്നും കേസ് നിൽക്കില്ല. ഗൗതത്തിനും എനിക്കും അറിയാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്നൊക്കെ പറയാം. പക്ഷെ എന്താണ് എന്നുള്ളത് കേൾക്കുന്നവന് ചെറിയൊരു സുഖം ഉണ്ടാവും. പക്ഷെ വേണമെങ്കിൽ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം അതുകൊണ്ട് പുള്ളിനെ അതിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്. വിജയ് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാണ് അറസ്റ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, നടപടി എടുക്കും എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. നിയമ നടപടിയൊക്കെ പിന്നെ കോടതിയിലെത്തിയപ്പോഴും കോടതിയിൽ നിന്ന് പുള്ളിനെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. കാരണം എന്ന് വെച്ചാൽ പോലീസും പറഞ്ഞു കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ തൽക്കാലത്തേക്ക് എന്താണ്, ഇതുപോലെ ഉണ്ടായാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യും എന്നുള്ളത് കാണിക്കാനാണ്. സത്യത്തിൽ ഇത് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ പണിയല്ല. കാരണം തൃഷ വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇതുപോലെയുള്ള കമൻറ്റുകൾ വിട്ടതുപോലെ തന്നെ അവിടെ നിരവധി കമൻറ്റുകൾ ഇതുപോലെ സോഷ്യൽ മീഡിയകളിലും ബാക്കിയുള്ളതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിന് തൊട്ടുമുമ്പ് ഈ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ MGR മരിച്ചതിന് ശേഷം ജാനകി രാമേന്ദ്രനല്ല അവിടെ വലിയ സ്വീകാര്യത കിട്ടിയത്. പകരം മുടിക്കുത്തിന് ആ വണ്ടിയിൽ നിന്ന് പിടിച്ച് പുറന്തള്ളി പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടുള്ള ജയലളിതയാണ് തമിഴ്നാട്ടിലെ ആളുകൾ അധികാരത്തിലേറ്റിയത് എന്നുള്ളത് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പം അതുകൊണ്ട് ഇപ്പം തൃഷയും അവർ കാണുന്നത് അതുപോലെ തന്നെയാണ്. കൂടാതെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയേക്കണം. അതായത് കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ, അതുപോലെ വാരിക്കോരി സൗജന്യങ്ങളൊക്കെ കൊടുക്കുന്ന പരിപാടികളാണ് ചെയ്തേക്കണം. എന്ന് പറഞ്ഞാൽ വിജയുടെ ഗ്രാഫ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിജയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ തൃഷയുടെ ഗ്രാഫ് ഉയരാൻ ഇത് സഹായിക്കുള്ളൂ. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാൻ ഗൗതത്തിനോട്. ഇത് ഈ നമ്മുടെ ഇതിനു മുമ്പുള്ള BJP-യുടെ പ്രസിഡന്റ് ഉണ്ടായല്ലോ അവിടെ, അണ്ണാമലൈ, കെ അണ്ണാമലൈ മാറ്റിയിട്ട് ഒരാളെ പിടിച്ചവിടെ പ്രസിഡന്റ് ആക്കി വെച്ചു. ഇപ്പൊ സത്യം പറഞ്ഞാൽ BJP-യുടെ പ്രസിഡന്റ് ആരാണ് നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചാലും അറിയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പേര് നൈനാർ നാഗേന്ദ്രൻ എന്നാണ്. ഈ നൈനാർ നാഗേന്ദ്രൻ ഇതുപോലെ തന്നെ ഒരു വൃത്തികെട്ട കമന്റ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ വിജയ് തൃഷയുടെ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടേ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ, രാഷ്ട്രീയം പറയാനൊക്കെ പറഞ്ഞ് കമന്റ് പറഞ്ഞിരുന്നു. ആ കമൻറ്റ് പറഞ്ഞതിന് ശേഷവും നമ്മൾ കണ്ടതാണ് 108 സീറ്റുകളിലേക്ക് വിജയ് എത്തി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഈ നയനാർ നാഗേന്ദ്രന് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ BJP അടക്കം ഇതിനെ അപലപിച്ചിട്ടുണ്ട്, CPI അപലപിച്ചിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ അപലപിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ DMK ഒക്കെ അങ്ങാണ്ട് വലിയ മൈലേജ് ഉണ്ടാക്കുമെന്നൊക്കെ ആളുകൾ കുറേ പേര് ഞാനിപ്പോൾ തമിഴ് ന്യൂസ് പേപ്പർ അടക്കം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അടക്കം തമിഴിൽ വളരെ തമിഴ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില പത്രക്കാരോട് അടക്കം മാധ്യമപ്രവർത്തകരും സംസാരിച്ചാണ്. അപ്പോൾ അവരിൽ പലരും ഒരു പകുതിയോളം പേരും എന്നോട് പറഞ്ഞത് ഇത് വലിയ ഉണർവേകുമെന്നാണ്. പക്ഷേ എനിക്കതിന് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ അന്തർലീനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ കാര്യം ഇവിടെ ആളുകൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതൊരു സ്റ്റേറ്റിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളാണ്. ആ സ്ത്രീ വോട്ടർമാർ ഇത് കേട്ടിട്ട് രോമാഞ്ചകഞ്ചുകിതരാകുമെന്നൊക്കെ വിചാരിച്ചു കളയരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിജയുടെ ഗ്രാഫ് അവിടെ ശരിക്കും സത്യം പറഞ്ഞാൽ വിജയുടെ ഒപ്പം ഇപ്പം AIDMK വിജയ് വിരൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ പേരും വേണമെങ്കിൽ പുള്ളിയോടൊപ്പം പോകും. കാരണം രാജിവെച്ച് മത്സരിച്ചാൽ അവിടെ ജയിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ യഥാർത്ഥത്തിൽ രാജിവെച്ച് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു ഇമേജ് ഉള്ളപ്പോഴാണ് രാഷ്ട്രീയം പറയാതെ ഈ ഉദയനിധിയൊക്കെ ഇതുപോലെയുള്ള വിവരം കിട്ട വർത്തമാനം പറയുന്നത്. ഉദയനിധി രാഷ്ട്രീയം പറഞ്ഞാൽ അവിടെ സാധ്യതകളുണ്ട്. കാരണം അവിടെ വിജയ് ഉദ്ദേശിക്കുന്ന പോലെ ഭരണമൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. സനാതന ധർമ്മത്തിനെതിരെ എന്തോ ഇത് ഉദയനിധി പറഞ്ഞിട്ട് അതിന്റെ തിരിച്ചടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കിട്ടിയെന്നൊക്കെ പലരും വിലയിരുത്തുന്നുണ്ട്. സനാതന ധർമ്മത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് അതിന്റെ തിരിച്ചടിയൊന്നും തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇന്ത്യ മുന്നണിക്ക് അതിന്റെ തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ളത് ചെറിയ ഉത്തരേന്ത്യയിലൊക്കെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര നല്ല കാര്യമായിട്ടാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും ഇവരുദ്ദേശിക്കണം. ഒന്നാമത് ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്ന വാചകം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ചൊടിച്ച് ന്യായീകരിക്കാമല്ലോ. എങ്ങനെ വേണമെങ്കിലും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് തിരിച്ചടിയൊന്നും തമിഴ്നാട്ടിലുണ്ടായില്ല. തമിഴ്നാട്ടിലുണ്ടായത് DMKയുടെ ഭരണം വലിയ അഴിമതി നിറഞ്ഞ 30,000 കോടി രൂപയുടെ അഴിമതി അടഞ്ഞ ഭരണമാണെന്നുണ്ടായിരുന്നു. DMK ലീക്സ് എന്ന് പറഞ്ഞ ഫയൽ പുറത്തേക്ക് വിട്ടിരുന്നു. അതുകൂടാതെ വിജയുടെ ഒരു തേരോട്ടം കൂടി വന്നതോടുകൂടിയാണ്. കാരണം മറ്റതിപ്പോൾ ഒരു വലത്തേക്കാലിലെ പന്ത് ഇടത്തേക്കാലിലോട്ട് മാറ്റാമെന്ന് മാത്രമേ ഉള്ളത്. മറ്റേ DMKയുടെ അഴിമതി മാറ്റാൻ വേണ്ടി AIDMKനെ തിരഞ്ഞെടുത്താലുള്ളത്. കാരണം അത് ആ കൂടാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റാനൊന്നുമില്ല. പക്ഷേ വിജയ് വന്നപ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം വിജയ് ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള എതിരാളി BJP ആണെന്നും അതേസമയം ഞങ്ങളുടെ രാഷ്ട്രീയമായി തമിഴ്നാട്ടിലെ എതിരാളി എന്ന് പറയുന്നത് DMK ആണെന്നും DMKയുടെ അഴിമതി ഭരണമാണെന്നും ഒക്കെ പറഞ്ഞു. കൂടാതെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്. ആ വാചകത്തിനൊക്കെ വലിയ ഇമ്പാക്റ്റ് അവിടെ തമിഴിലുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, പണം കിട്ടുമായിരുന്ന വലിയ കോടികൾ കിട്ടുമായിരുന്ന ഒരു പ്രൊഫഷൻ അത് നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് വരുന്നത് എന്ന് പറയുന്ന ആളുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പോലീസിന് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ? അത് നിയമപരമായിട്ട് തെറ്റാണല്ലോ. അല്ല, നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല. നിയമപരമായിട്ട് എന്താ തെറ്റുള്ളത്? ഒരു കംപ്ലൈൻറ്റ് കിട്ടുന്നു, നേരെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വമേധ ഒരു ദ്വയാർത്ഥ പ്രയോഗമുള്ള ഇതുണ്ടായിരുന്നു പറഞ്ഞ് കംപ്ലൈൻറ്റ് കിട്ടുന്നു, നേരെ കേസ് നിൽക്കുമല്ലെന്നല്ല FIR പോലും രജിസ്റ്റർ ചെയ്യാതെ കേസ് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല വിമർശനം. അതായത് അധികാര ദുർവിനിയോഗം വിജയ് കാണിച്ച പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും ചെയ്തല്ലോ. അല്ല, പെട്ടെന്ന് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് ഗവൺമെന്റ് കൂടി വിചാരിച്ചുകൊണ്ടാണ്. കാരണം ഗവൺമെന്റ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യണമെന്നോ ഒരു ആവശ്യം പോലും പോലീസിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരാളെ തൂക്കിയെടുത്തിട്ട് ഒരു നേതാവിനെ കൊണ്ടുപോകാൻ പറ്റുമോ സാർ? തമിഴ്നാട് പോലെ അല്ല, നമ്മുടെ നാട്ടിലും തൂക്കിയെടുത്ത് ആളുകളെ കൊണ്ടുപോകാനൊക്കെ പറ്റും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി വിചാരിക്കുകയാണ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വിചാരിക്കുകയാണെങ്കിൽ ഇത് തന്നെ അങ്ങനെ ഒരു സിനിമാറ്റിക് പൊളിറ്റിക്സ് കേരളത്തിലില്ല. അല്ല, സിനിമാറ്റിക് പൊളിറ്റിക്സ് കേരളത്തിലില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നമ്മളിപ്പോൾ ഈ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇനി ഇതിനേക്കാൾ എത്രയോ ഭീകരമായിരിക്കും ഉത്തരേന്ത്യയിലൊക്കെ. അവിടെ കേസൊന്നും വേണ്ട, ആളുകൾ എന്ത് ചെയ്യും, വേണമെങ്കിൽ വന്ന് അറസ്റ്റ് ചെയ്യും. ഇവിടെ ഗൗതം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും ഒരാൾ പരാതി കൊടുക്കും. ആ പരാതി കൊടുപ്പിക്കാൻ വിജയ് വിചാരിച്ച 1000 പേരെ കിട്ടൂലേ. അങ്ങനെ ആരെങ്കിലും ഒരാളെ കൊണ്ട് പരാതി കൊടുപ്പിക്കും. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി ഉണ്ടായെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യിക്കും. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പം കാണിച്ചേക്കണതൊന്നുമല്ല. കാണിച്ചേക്കണത് വിജയ് കൃത്യമായിട്ട് നേരിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് പൊക്കിക്കോന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ വിജയും ഉദയനിധിയായിട്ട് നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഉദയനിധിക്ക് കൂടെ എനിക്കൊരു ബഹുമാനമില്ല, പക്ഷെ സ്റ്റാലിനോട് ബഹുമാനമുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഉദയനിധി ഇപ്പം അതിപ്പോൾ പറഞ്ഞാൽ ഒരു പ്രശ്നമാണ് ചിലപ്പോൾ. ഉദയനിധി ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ചില റിമാർക്കുകളൊക്കെ പലരോടും, ഒന്നാമത്തെ ഫിലിം ഇൻഡസ്ട്രി ആണല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പല കമൻറ്റുകളും പറയുന്നുണ്ടെന്നും ഒക്കെ വിജയനും കൃത്യമായിട്ട് അറിയാം. അപ്പം വിജയ് ഒരാവേശത്തിൽ ഒറ്റടിക്ക് ഓർഡർ ഇട്ടാണ്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനാണ്. ഇവിടെ ഇപ്പം രമേശ് ചെന്നിത്തല വിളിച്ചിട്ട് ഒരാളങ്ങോട്ട് പൊക്കിയേക്കെന്നൊക്കെ പറഞ്ഞാൽ പോലും പോലീസുകാരൊന്നും പൊക്കാൻ മടിക്കും. കാരണം എന്ന് വെച്ചാൽ നാളെ കോടതി കേസ് വരും, കോടതിയിൽ ചിലപ്പോൾ റിമാർക്സ് ഉണ്ടാവും എന്നൊക്കെ അറിയാം. തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. കുറച്ചും കൂടി മാറി തെലുങ്ക് മറ്റേ ആന്ധ്രയെ കൂടി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കൊക്കെ ചെന്നാൽ അങ്ങനെയില്ല.
കാരണം അവിടെ മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവാണ്. അപ്പം അതുകൊണ്ട് ആ വ്യത്യാസമുണ്ട് കേരളവും അതുമായിട്ട്. പിന്നെ കേരളത്തിലാണെങ്കിലും പരാതി കൊടുക്കും, FIR എന്ത് ചെയ്യും, അവർ ചെല്ലുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യും. അതൊക്കെ ഇവിടെ സംഭവിക്കും, അതിലൊന്നും സംശയമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് നിങ്ങൾ FIR ഇട്ടത്, കാരണം FIR ഇട്ടതിന് ശേഷം 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചല്ലോ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിട്ടില്ല. അതൊക്കെ സംഭവിക്കും. പിന്നെ ഇവിടെ ഇത് ഒറ്റക്കാര്യം ഗവൺമെൻറ് ഉദ്ദേശിച്ചുള്ളൂ, ഇനിയും ഈ വേഷക്കെട്ട് തുടർന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്, നടപടി എടുക്കുമെന്ന് കാണിക്കാൻ പുള്ളിനെ അന്ന് അറസ്റ്റ് ചെയ്തു, പുള്ളിനെ ബുദ്ധിമുട്ടിച്ചു, ഇവിടെ വരെ കൊണ്ടുവന്നതിന് ശേഷം ഗവൺമെൻറ് പറഞ്ഞു റിമാൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇല്ല, വിട്ടേക്കെന്ന് പറഞ്ഞു.